ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടലവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 2 കപ്പ് കടല വെച്ചാണ് ഞാനിവിടെ കടലവട ഉണ്ടാക്കുന്നത്. കടലവട ഉണ്ടാക്കാനായിട്ട് ഞാൻ കടല ഒരു 8 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 3 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഞാൻ കടലയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കടലയുടെ കൂടെ ചേർക്കാനായിട്ട് ഒരു മസാല നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അരിഞ്ഞ് കിട്ടാനായിട്ട് ഇഞ്ചി ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ മിക്സിനെ നമുക്ക് അരച്ചെടുത്ത കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പിൽ നമുക്കിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലവട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഈ ഒരു സ്നാക്സ് എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.